ഹലോ ഗൈസ്, അപ്പൊ നമ്മള് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഇന്നൊരു പുതിയ ലോങ് വീഡിയോ ആയിട്ടാണ് വന്നത്. ലോങ് വീഡിയോ നിങ്ങൾ എല്ലാരും ചോദിക്കലുണ്ട്, നിങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് എന്താ നിങ്ങൾ എപ്പോഴും ഫുൾ ആയി കാണിക്കാത്തത്, എപ്പോഴും ഹാഫ് ആയിട്ട് എന്താ കാണിക്കുന്നതെന്ന്. അത് ഞങ്ങൾക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്യാനും ആ സമയക്കുറവാണ് അതിന്റെ മെയിൻ റീസൺ. അപ്പൊ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ഫുള്ള് കാണിക്കാം. ഇന്ന് നമ്മളെ ഒരു ഡേ എന്താന്ന് നമുക്ക് കാണാം. അപ്പൊ നമ്മള് സമയം കുറച്ചായി. ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങേണ്ടത് രാവിലെ ആയിരുന്നു, പക്ഷെ ഇതിപ്പോ ഒരു ഉച്ചര 10 ആയി. ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് ആരാന്ന് കാണിച്ചു തരാം. കാണിച്ചു കൊടുക്കൂ. ഡെസ്റ്റിനോ എന്തുകൊണ്ട് ഹെൽത്തി ലിവിങ്. അപ്പോ ഇത് നമ്മള് മറ്റേ ഡീപ് ക്ലീനിങ്ങിന്റെ ആൾക്കാർ വന്നെയാണ്. ഡെസ്റ്റിനോ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാ പേജ് നമ്മൾ അപ്രോച്ച് ചെയ്തിട്ട് ഒരു കൊളാബറേഷൻ ആണ് ആക്ച്വലി. പക്ഷെ നമുക്കതൊരു ഫുൾ വീഡിയോ ഇടാതെ വിചാരിക്കുന്നത്, കാരണം അവര് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. നല്ല ഡീപ് ക്ലീനിങ് ആ ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ കാണാത്ത മൂലകൾ പോലും അല്ലെ, നമ്മള് വീട്ടിൽ ഇങ്ങനത്തെ സ്ഥലത്ത് ഇങ്ങനത്തെ പൊടി ഉണ്ടെന്ന് നമുക്ക് അറിയുന്നില്ല. കാരണം നമ്മൾ അത്ര ഉള്ളിലോട്ട് ഒന്നാമത് നമുക്ക് സമയമില്ല. നമ്മൾ പെട്ടെന്ന് ചെയ്തു പോകുന്നതുകൊണ്ട് എനിക്കൊന്നു എല്ലാ വീട്ടിലും ഒരു 6 മാസത്തിലോ അല്ലെങ്കിൽ ഒരു വർഷത്തിലോ മിനിമം ഒരു ഡീപ് ക്ലീനിങ് ചെയ്യേണ്ടതാണ്. കിച്ചൺ, ടോയ്ലറ്റ്, ഇന്റർലോക്ക് ക്ലീനിങ്. പിന്നെ ഈ നമുക്ക് ഇവിടെ പിള്ളേർക്കെല്ലാം എപ്പോഴും ഈ കോൺസ്റ്റന്റ്ലി ഈ ജലദോഷം, അലർജി, പിള്ളേർക്ക് മാത്രമല്ല നമുക്കും കോൺസ്റ്റന്റ്ലി അലർജി, ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് ചിലപ്പോ ഒരു റീസൺ ഇതും കൂടി ആയിരിക്കും. നമ്മൾ ഇല്ലാത്ത നമ്മൾ കാണാത്ത സ്ഥലത്ത് ഹൈഡ് ചെയ്ത് നിൽക്കുന്ന അതായിരിക്കും ഇതിന്റെ റീസൺസ്. അപ്പൊ നമ്മൾ വിചാരിച്ചൊരു ഡീപ് ക്ലീനിങ് ഇങ്ങനെ ഇവർ അപ്രോച്ച് ചെയ്തപ്പോ നമ്മൾ വീടിനത് ആവശ്യമാണ്. അപ്പൊ രോഗിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല് എന്നൊരു സാധനം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡീപ് ക്ലീനിങ് കാണാം. അവരെ ക്ലീനിങ് ആണോ? നമ്മളില്ലേ നോക്കിയിരുന്നു പോവും അല്ലെ, ഇവരിങ്ങനെ ചെയ്യുന്നത് കാണും. ലൈക്ക് ഓരോ പണിയും ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് ഇവര്. അതെ ഗടാഗടിയും സാധനങ്ങളും കൊണ്ടല്ലാതെ ഇതൊക്കെ എന്താന്ന് പോലും അറിയില്ല. എനിക്കൊന്ന് ടൈൽസ് വൃത്തിയാക്കാൻ. ഇത് മറ്റേ ഡസ്റ്റ് കളയുന്നത്. ഇത് എനിക്കൊന്ന് ഇങ്ങനെ നമ്മള് ഈ റെയിൽവേ സ്റ്റേഷനിലെല്ലാം കണ്ടിട്ടില്ലേ? ഞാൻ പണ്ട് ഇത് മറ്റേ മാർബിളിനെ പോളിഷ് അങ്ങനത്തെ ഒരു സാധനം, ഒരു സാധനം ഉണ്ട്. ഓക്കെ, ഇനി കുറെ എക്യുപ്മെന്റ്സ് ഉണ്ട്, കാണിച്ചുതരാ. അമ്മ കണ്ട അമ്മ കണ്ട ഒരു പണിയെടുക്കാണ്ട് ഈ മോനിപ്പോ ഇതിനു വേണ്ടി വന്നെയാണ്. അപ്പൊ ഓനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോന്റെ പേര് അർജുൻ. അമ്മയിട്ട് ഞാൻ നോക്കുമ്പോ മറ്റേ ഇവരെല്ലാം പറയുന്നത് മോനെ അവിടെ പഴം തൂക്കിയിട്ടുണ്ടായിരുന്നു ഓരോന്ന്. അമ്മ എന്താ അഭിപ്രായം ക്ലീനിങ്ങിനെ പറ്റി? ഓ, നല്ല അഭിപ്രായം. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് എല്ലാം കഴിഞ്ഞാൽ ഇനിയിപ്പൊ ഇവരെ വിളിക്കുന്നതല്ലേ കൊറേ ഇടക്കിടക്കെ. അല്ലാണ്ട് എന്നെ കൊണ്ടൊന്നും പറ്റൂല. ഒരുത്തി ബാങ്കിൽ പോവും, മറ്റോള് അങ്ങോട്ട് പോവും. പിന്നെ ഞാൻ എന്ത് ചെയ്യല്, ഞാൻ ഈ മക്കളെ വിളിച്ചോണ്ടിരിക്കും ഇടക്കിടക്കേ. വിടലൂല്ലേ ഇങ്ങനെല്ലാം ഞാൻ ചളി വെക്കുന്നു എന്റെ കൈ കൊണ്ട്. ഭയ്യ ഇതൊന്നും കൂടെ നിങ്ങൾ വൃത്തിയാക്കിക്കോട്ടു. നോക്ക് എന്ത് വൃത്തി. ഇങ്ങനെ വൃത്തിയാക്കാൻ പറ്റുമല്ലേ? മറ്റേ കഴുകുന്ന മറ്റേ സാധനം ഒരു കുപ്പി ചോദിച്ചാല് എന്തുകൊണ്ടാ വൃത്തിയാക്കുന്നത്? അയ്യോ, ഇത് ഇവിടെ കാണിക്കുവാ ഇതാ. എന്താ ഇവിടെ കുളിപ്പിക്കുന്നുണ്ട്. ഇടല് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പൊടിയില്ല, ചോറുണ്ടായിരുന്നു. അത്രയും നീറ്റ് കണ്ടോ. ഈ ഹോൾസിലെല്ലാം എപ്പോഴും നമ്മൾ ഇന്ന് ആക്കിയ നാളെ വണ്ണാമ്പില വരും, അങ്ങനെ ഉണ്ടായി. അതുകൊണ്ട് ആക്കി മടുത്ത് പിന്നെ ആക്കലുണ്ടായിട്ട ഫുള്ള് ക്ലീൻ ചെയ്ത്. ഇങ്ങനെ അല്ല, ഇവിടെ ഒരു ഹോള് പോലും ബാക്കിയില്ല, മനസ്സിലായ? എല്ലാം ഒന്നെങ്കിലും ഏതെങ്കിലും ഒന്ന് ബാക്കിയില്ല. കണ്ടുപിടിച്ചാലോ കിട്ടും തോന്നില്ല. ഒരു തണുപ്പ് ഇവിടെ വരുമ്പോ എനിക്കൊന്ന് ക്ലീൻ ആക്കുമ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കിടന്നാലോ ഞാൻ ആലോചിക്കുന്നത്. ഇവരില്ലേ കണ്ടോ, ഫുള്ള് നമ്മൾ അതിന്റെ അടിയിൽ ഫുൾ പാത്രമായിരുന്നു. നമ്മളിങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാത്ത പാത്രങ്ങൾ അതെല്ലാം എടുത്തിട്ട് പാത്രം വരെ വൃത്തിയാക്കുന്നുണ്ടല്ലോ. ഞാൻ പാത്രം ഇങ്ങനെ നീക്കിട്ടായിട്ട് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. എല്ലാം ഫുൾ ഡീപ്പ്. ഇതാണ് ഡീപ് ക്ലീനിങ്. അമ്മയല്ലേ അവിടെ ഇന്റർവ്യൂ എടുക്കുന്നുണ്ടോ എന്റെ കാണിച്ചത്?
ഈ കുട്ടി ഫസ്റ്റ് ഇവിടെ കയറിയത് ഇനിയിട്ട് ഇറങ്ങാൻ പറ്റിട്ട്. ഉഗ്രൻ തള്ളു കാണണമെങ്കിൽ ഇതാ കണ്ടോളൂ. നേരത്തെ തുടങ്ങി തള്ളോടെ തള്ളൂരാ. അമ്മ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട് വന്ന അർജുന്. അരി അല്ല അമ്മ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓരോടെല്ലാം ചോദിച്ച് മനസ്സിലാക്കതേ. അപ്പുറം ഇപ്പുറെല്ലാം കൊടുക്ക വിവരം പറയാലോ. അതെ. ആ ഇങ്ങനെ ഒരു അർജുൻ ഉണ്ട്, ഓനെ വിളിച്ചാ മതി എന്നെല്ലാം പറയാലോ. ഡെസ്റ്റിനോ അതല്ലേ നിങ്ങൾ പറഞ്ഞു, എനിക്ക് കിട്ടട്ടെ. ഡെസ്റ്റിനോ അല്ലേ? ആ വരൂ, വെയിലത്ത് പോലെ ഇങ്ങോട്ട് വാ. ഇതാണ് ലീവുള്ള സ്ഥലം. ഇവരെടുത്ത ഒരാൾ എന്തായാലും വേണം. കണ്ണ് തെറ്റിയാല് ഇന്നലെ മറ്റേ ഈ ചേരട്ടപ്പാമ്പിനെ അറിയോ നിങ്ങൾക്ക്? ചേരട്ടപ്പാമ്പിനെ മറ്റേ സെന്റിപ്പേട മില്ലിപ്പേട സാധനല്ലേ, അതിന് രണ്ടും കൂടെ 2 കഷ്ണാക്കിയിട്ട് ഓഗരി വെച്ചെടുക്കുന്നുണ്ട്. അതിന് എന്തിനോ അമ്മ തിന്നാൻ കണ്ടിട്ടാൻ ബോഡി രണ്ടും. നീ ഇതെല്ലാം പറ്റി തന്നെ. പക്ഷെ ഇന്നലെ എന്താ ചെയ്തേ? ചേരട്ടനെ 2 കഷ്ണാക്കിട്ടേ ആക്കിട്ടേ ചില്ലി ആക്കിട്ടേ അതിനെ തിന്നാനാ? പിന്നെന്തിന്? അയ്യേ, ഇന്ന് അപ്പുറത്തെ വീട് വൃത്തിയാക്കുന്നോണ്ട് ഇപ്പുറത്താണ് കുക്കിംഗ് എല്ലാം. രസിച്ച് രാവിലെ ചോറും പുളിശ്ശേരിയിലാക്കി. ഇനി നല്ല മുറിച്ചു വെച്ചു. പയറുപ്പേരി. അയ്യോ, പയറുപ്പേരി കണ്ടില്ലല്ലോ, ഇപ്പൊ കഴിച്ചത്. പയറുപ്പേരി, പിന്നെന്താമ്മേ നമ്മള് മറ്റേ ഐക്കൂറ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. കുഞ്ഞുമത്തി ഉപ്പേരി. നമ്മളൊരു ടുമക്ക് ഡാൻസ് കളിച്ച് ക്ഷീണതാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങളിങ്ങനെ കുഞ്ഞുമത്തി ഉപ്പേരി ആക്കണം. നിങ്ങളെ നാട്ടില് കുഞ്ഞുമത്തി ഉപ്പേരി ആക്കലുണ്ടാ? ഉണ്ടെങ്കിൽ പറയണേ. എന്നാ പിന്നെ ഉപ്പേരിക്ക് വേണ്ട ഈ ചിത്രം കുറച്ചുകൂടെ തേങ്ങ ചിരക പിടിക്കും. തേങ്ങ ചിരക തേങ്ങ ഒലിച്ചു വെച്ചിട്ടുണ്ടാ? ഫ്രിഡ്ജിലുണ്ട് വിളിച്ചത്. അങ്ങനെയല്ലടി, നമ്മളെ വീട്ടിൽ ഇങ്ങനത്തെ സാധനം അല്ല. ഓ, ഇതുകൊണ്ട് ചേച്ചി എങ്ങനെയാ ചിരകുന്നത്? അതന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. അതല്ല എനിക്ക് ഇഷ്ടമല്ലാത്ത തേങ്ങ ചിര. അതുകൊണ്ടാണ് നീ മാറിക്കോ, ഞാനാക്കാം. ഇല്ല, ഞാനാക്കാം. എനിക്കാവൂല ചേച്ചി നീ മുറിക്ക എന്തായാലും. വേ തീർക്കാം, ഇനി വീഡിയോ എടുക്കാറുണ്ട്. കട്ടന നമ്മൾ ഉപ്പേരി അപ്പൊ ഏകദേശം സെറ്റായി വരുന്നുണ്ട്. നമുക്ക് ഉപ്പേരി വേണം, നല്ല പയറുപ്പേരി. ചോറ്, തൈര് സെറ്റായിരിക്കും. രസീച്ചിനെ കാണിച്ചു തരാൻ. ഇവിടെ 2 പൂച്ചക്കുട്ടികൾ വന്ന് രസിച്ച് മീൻ മുറിക്കുമ്പോ അവർക്ക് തല വേണം പോലും പൂച്ച കൊടുക്കാൻ. ഇച്ചിയാ മോളെ, കയ്യില് സ്മെല്ല് വരൂ. ഇത്തു നോ. നല്ല കുഞ്ഞിമത്തി വൃത്തിക്ക് മുറിക്കാൻ രസിച്ച്. കുതിര ഫോൺ കൊടുത്തിട്ട് ഇല്ല, എന്നെ ഇട്ടിച്ചില്ല. തേങ്ങയും വെളുത്തുള്ളി ഇട്ടിന്. ഉപ്പ് കുറവാന്ന് തോന്നുന്നു. ഞാൻ പിന്നെ അമ്മേനെ വന്നിട്ടിടാ വെച്ചിട്ട്. ഇത്തുമ്മ ചില്ലുമ്മ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ബേബി ഭാഷാന്തെന്ന് സബ്സ്ക്രൈബ് പറ. ലൈക്ക്, ഷെയർ. പിന്നെ ഷെയർ, സബ്സ്ക്രൈബ്. സർപ്രൈസ് അല്ല, സബ്സ്ക്രൈബ്. ഓക്കെ, സർപ്രൈസ് ചെയ്യണേ നിങ്ങൾ എല്ലാരും നമ്മളെ വീഡിയോ. രസിച്ചൊന്ന് സർപ്രൈസ് ചെയ്തേ. എല്ലാരും സർപ്രൈസ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാരും സർപ്രൈസ് ചെയ്യണേ. അതെ, സർപ്രൈസ് അയക്കേണ്ട അഡ്രസ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പൊ ഞങ്ങളെ വീട്ടിൽ സ്ത്രീകൾ കൂടുതലായതുകൊണ്ട് എന്റെ മക്കളെല്ലാം അടിച്ചു വാരുന്നുണ്ട്. പിന്നെ ചില വളരെ നന്നായി കിണറ്റിലെല്ലാം ഇടല. നിനക്ക് കുടിക്കേണ്ട വെള്ളല്ലേ ഇത്? കിണറ്റില് കണ്ട, ഇതാണ് ഇവരെ കൊണ്ടുള്ള ഉപയോഗം. ഞങ്ങക്ക് കുറെ പെമ്മക്കളുണ്ട്. നല്ല സൗണ്ട്. വേദനിക്കുവേ നിങ്ങൾക്ക്? വേദനിക്കും മക്കളെ, വേദനിക്കൂ. നമ്മളെ നേരത്തെ അപ്പുറം വീഡിയോ എടുക്കാൻ പോയത് ഇവിടെ എന്തായി നോക്കിയിട്ടില്ല. ഒന്ന് ക്ലീൻ ചെയ്തോണ്ടുണ്ട്. ഇവിടെ വരത്തിയ കറണ്ട് വന്നുവാ.
ഇത്രയും വേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈശ്വര. ഫുഡെല്ലാം റെഡിയായി. നമ്മള് ഫുഡ് കഴിക്കുന്നത് എടുക്കാൻ മറന്നുപോയി. അമ്മേരതും കഴിയാനായി. വേഗം ഫുഡ് കഴിച്ചിട്ട് ഇനി നമുക്ക് 2 വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. എന്താ, പയറുപ്പേരി ഉണ്ട്, മീൻ ഉപ്പേരി ഉണ്ട്, പുളിശ്ശേരി, മീൻ ഫ്രൈ നമ്മൾ തിന്നു. എല്ലാം കഴിഞ്ഞു, തീരാനായി. അതെ, മറന്നുപോയി. ആ വിശന്ന് ഊണ് കഴിക്കേണ്ട വെപ്രാളത്തിൽ അങ്ങ് കഴിച്ചുപോയി ഊണായ പാടും. ഇനി 2 വീഡിയോ എടുക്കാനുണ്ട് ഇന്നത്തെ. അപ്പൊ ഞാൻ എപ്പോഴും പറയില്ല, നമ്മള് സൺഡേസ് എപ്പോഴും ഭയങ്കര ബിസിയാണ്. അതാ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്. വീട്ടത്തെ പണി, പിന്നെ ഡാൻസ്, വീട്ടത്തെ പണി, ഡാൻസ്, വീട്ടത്തെ പണി, ഡാൻസ്, സ്കിറ്റ് തന്നെയാ പരിപാടി. അപ്പൊ ഇന്ന് വീട്ടത്തെ പണി എടുക്കാൻ വേറെ ആൾക്കാർ വന്നോണ്ട് ഫുഡും ഡാൻസും മാത്രമായി. ഇനിയിപ്പോ നമുക്ക് ഒരു കൊളാബറേഷൻ വന്നിട്ടുണ്ടായിരുന്നു, ഒരു നൈറ്റിയുടെ അല്ലെങ്കിൽ നൈറ്റീസ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജ്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. ഇനി അതിന്റെ 2 വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പൊ പാർവി ഉണ്ണുന്നുണ്ട്. ഇപ്പൊ ഇവിടെ അനന്തശയനം കടന്ന പോലെ കടന്നിട്ടുണ്ടായി. മറ്റേ ഞാൻ വരുമ്പോ വീഡിയോ എടുക്കുന്നോണ്ട് എണീറ്റിയാ ഉഡായിപ്പ്. ഇവിടെ ഞങ്ങക്ക് ഈ ഹോള് കാണിക്കാൻ നമുക്ക് എന്റെ അമ്മേ ഇത് എന്തെന്നാ ഇത് മറച്ചിട്ടിട്ടുണ്ട് ഇവരല്ലേ. നമ്മളില്ലേ വെട്ടം സിനിമ കണ്ടോണ്ടിരിക്കുക. ആയിരിക്കാം വെട്ട സിനിമ ഇഷ്ടം? വെട്ട സിനിമ എത്ര കണ്ടാലും മടിയാവില്ല, അത് മടുക്കൂല അല്ലേ? എനിക്ക് വെട്ടം മാത്രല്ല വേറെയും കുറെ സിനിമ ഉണ്ട്. യോധ, വന്ദനം, പിന്നെ നമ്മള് മണിച്ചിത്രത്താഴ്. ഞാൻ അത് മിനിയാന്നും കൂടെ കണ്ടിരുന്നത്. പിന്നെന്താ അറിയോ, ഈ വെട്ടത്തിൽ ആ ഹോട്ടലിലെ സീരിയല്, ഹോട്ടലിൽ എത്തിയാ പിന്നെ നമ്മള് ചിരിച്ചിരിച്ച് മരിക്കും അല്ലെ? കലാഭവമണി എനിക്ക് ഭയങ്കര. കലാഭവമണി, ജഗതി പിന്നെ പറയണ്ടല്ലോ, അതാർക്കാ ഇഷ്ടമല്ല. അതെ, ജഗദീഷ്. ആരായാലും മോശം, ദിലീപ മോശം. ദിലീപിന് പിന്നെ ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്. അല്ല, ആ ഒരു സമയത്ത് അവന്റെ കോമഡി ഭയങ്കരമായിരുന്നു. അവര് ഹോട്ടലിലെത്തി ഗൈസ്. ഇനിയാണ് കഥ. ഇയാള് ഇന്നസെന്റ്. ഇത്രയും നല്ല സിനിമ ഇനി ഇപ്പോഴൊന്നും ഇത്ര നല്ല സിനിമയൊന്നും ഇല്ല ആക്ച്വലി. ഇതിലിപ്പോ എത്ര ആള് പോയല്ലേ, എത്ര പേര് മരിച്ചു ആ സിനിമയിലുള്ള അല്ലേ? അതെ, ഇതിന്റെ ഇടയ്ക്ക് ഏതോ ഒരു ഷോയില് മോഹൻലാല് പറയുന്നത്, ഏത് ചന്ദ്രലേഖന്റെ ഒരു ഹോസ്പിറ്റൽ സീൻ, മോഹൻലാല് മാത്രമേ ഉള്ളൂ ഇപ്പൊ, ബാക്കി ആരും ഇല്ല. ആ സീനിലുള്ള ഒരാളും ഇപ്പൊ ജീവനോടെ ഇല്ലാന്ന്. സുകുമാരി, നെടുമുടി വേണു, കൊച്ചിൻ അനീഫ, നായിക മറ്റേ ഹോസ്പിറ്റലില് ബോധം. അല്ല, അന്നേരം ആ സീനിൽ ഇല്ലല്ലോ. ആ സീനിൽ ഇവര് കുറച്ച് ആ പഴയ ടൈപ്പ് ആൾക്കാരെ ഉണ്ടായിട്ടുള്ളൂ. അതിൽ മോഹൻലാല് മാത്രമേ ഉള്ളൂ. നെടുമുടി വേണു ഇവരെന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അയ്യോ, ഷാനവാസ്. ഏത് ഷാനവാസ്? അല്ല, എന്താ ഇപ്പം മരിച്ച. അയ്യോ, അയാള് മരിച്ച എനിക്ക് ഭയങ്കര ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഇതായി പോയി. അത് അതിനല്ല, എനിക്ക് മറ്റേ അവന്റെ ഭാര്യ. അതെ അതെ, എനിക്കുള്ള പണ്ട് സിനിമയിൽ ഉണ്ടാകുമ്പോഴേ ആ ഭാര്യ എനിക്ക് ഭയങ്കര. പേരെന്താ? രഹന. എനിക്കിഷ്ടം. അങ്ങനെ നമ്മള് പ്രൊമോഷൻ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്ത് എല്ലാരും ഓരോ സൈഡിലായി. പിള്ളേര് ഒരു സൈഡിലായി, നമ്മൾ ഒരു സൈഡിലായി. വീട്ടിൽ ക്ലീൻ ചെയ്യുന്നവർ ചെയ്തുകൊണ്ടുണ്ട്, അവരെ മുകളിലത്തെ നിലയിലെത്തി. പിന്നെന്താ, അത്രേ ഉള്ളൂ അല്ലേ? നമുക്ക് ഒരു ചായ കുടിക്കണം. അതിന് മുമ്പ് ഒന്ന് തല ചായക്കാൻ തോന്നല്ലോ, ഒരു 10 മിനിറ്റ്. അല്ലെങ്കിൽ പിന്നെ അപ്പൊ നമ്മള് ഉറങ്ങാൻ പോകുന്നു ഗൈസ് 5 മണിക്ക്. നല്ല സമയല്ലേ ഉച്ചയുറക്കത്തിന്റെ. അപ്പൊ ബായ്. നമുക്ക് വേറൊരു നല്ല ലോങ് വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ അടുത്തൊരു ദിവസത്തിൽ കാണാം. ബൈ, ലവ് യു ഓൾ, ബൈ.